അന്തംകമ്മിണിയെ രക്ഷിക്കുവാൻ യദുവിനെ കള്ളനാക്കും. അഹങ്കാരി മേയറും MLA-യും അഴിക്കുള്ളിലാകുമെന്നും CPM നാണം കെട്ട് നാറുമെന്നും ഏതാണ്ട് ഉറപ്പായപ്പോൾ ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാൻ അന്തംകമ്മികളുടെ അടിമകളായ പോലീസ് രക്ഷാപ്രവർത്തനത്തിന് രംഗത്ത്. KSRTC ബസ്സിനെ അപകടകരമായ രീതിയിൽ അമിത വേഗതയിൽ പിന്തുടർന്ന് ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്ത് സീബ്ര ലൈനിൽ ബസ്സിന് കുറുകെ തടഞ്ഞു നിർത്തി ബസ് ഡ്രൈവറെ കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിക്കുകയും ട്രിപ്പ് മുടക്കി യാത്രക്കാരെ പാദയാത്രി പെരുവഴിയിൽ ഇറക്കിവിട്ടതുമല്ല ഇപ്പോഴത്തെ വിഷയം. പോലീസിന്റെ പിടിപ്പുകേട് കൊണ്ട്, സമയോചിതമായി ഇടപെടാത്തതുകൊണ്ട് ബസ്സിലെ CCTVയുടെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. പോലീസ് ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ ബസ് കസ്റ്റഡിയിലെടുത്ത് നിർണായക തെളിവായ CCTVയുടെ മെമ്മറി കാർഡ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നുവെങ്കിൽ ഈ വിഷയം ഇന്ന് കാണുന്ന രീതിയിൽ ഊഹം വെച്ച് വല്ലവന്റെയും തിരക്കഥയനുസരിച്ച് അന്വേഷിക്കേണ്ടുന്ന ഗതികേട് പോലീസിന് വരുമായിരുന്നു. അതുപോലെ എടുത്തു പറയേണ്ടുന്ന കാര്യം, KSRTC ബസ്സിനെ റോഡിൽ സീബ്ര ലൈനിൽ കുറുകെയിട്ട് തടഞ്ഞ മേയറും കൂടെ ഉണ്ടായിരുന്ന ആവാസന്മാരും സഞ്ചരിച്ച സ്വകാര്യ വാഹനത്തെയും അതിന്റെ ഡ്രൈവറിനെയും പോലീസ് കസ്റ്റഡിയിൽ എന്തുകൊണ്ടെടുത്തില്ല എന്നതാണ് ഏറ്റവും രസകരം. ഒരു സാധാരണക്കാരന്റെ വാഹനമായിരുന്നു അതെങ്കിൽ ആ വാഹനം ഇപ്പോൾ ഇവിടെ കാണുമായിരുന്നു. അതുപോലെ ഡ്രൈവറുടെ ജെട്ടിയുടെ കളർ വരെ ഐഡന്റിഫൈ ചെയ്യുന്ന AI ക്യാമറ നിരത്തിൽ മുഴുവൻ നാട്ടുകാരെ പിഴിയുവാൻ നിരത്തി വെച്ചിട്ടുണ്ട്. സാഫല്യം കോംപ്ലക്സിന്റെ മുന്നിലും ഒരെണ്ണമുണ്ട് അത്തരത്തിൽ. അതിൽ എന്തുകൊണ്ട് ഇതൊന്നും തെളിഞ്ഞില്ല? AI ക്യാമറകളിൽ റെക്കോർഡിംഗ് ബാക്കപ്പ് ഇല്ല. നിരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പോലീസ് കീഴോട്ട് നോക്കിയിരിക്കുകയുള്ളൂ എന്ന് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ITV ന്യൂസ് ആയിരുന്നു. സംഭവം നടന്ന സമയത്ത് തന്നെ ഞെക്ക് റഹീമിനെ വിളിച്ച് കാര്യമുണർത്തിച്ച കണ്ടക്ടർ സുബിൻ നല്ല ഒന്നാന്തരം ഒരു ലക്ഷണമൊത്ത അന്തംകമ്മിയാണെന്നതിൽ സ്പെഷ്യൽ ബ്രാഞ്ചിന് പോലും സംശയമില്ല. യദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ കണ്ടക്ടർ സുബിൻ പമ്മി വന്ന് ബസ്സിൽ കയറുന്നത് സാഫല്യം കോംപ്ലക്സിലുള്ള CCTVയിൽ പതിഞ്ഞിരുന്നു. ഇവനാണ് മോട്ടിച്ചതെന്നും റഹീം പറഞ്ഞിട്ടാണ് അത് മോട്ടിച്ചതെന്നും അത് മേയറേയും കെട്ടിവനെയും രക്ഷിക്കാനാണെന്നും പറഞ്ഞാൽ ആകെ നാറുമെന്നത് കൊണ്ടാവണം ഇന്ന് രാവിലെ പോലീസ് സുബിനെ വീട്ടിൽ പോയി ഒരു VIP കൊണ്ടുവരുന്നത് പോലെ മടിയിലിരുത്തി കൊണ്ടുവന്നു. ക്ലാസ് കൊടുത്തതിൻ്റെ ഫലമായിട്ടായിരിക്കണം അദ്ദേഹം ഇന്ന് പറഞ്ഞത് താൻ ബസ്സിൽ കയറിയിരുന്നുവെന്നും എന്നിട്ട് രാത്രി ചുമ്മാ CCTVയുടെ മോണിറ്ററിൽ പോയി നോക്കി നിന്നുവെന്നും അല്പം കഴിഞ്ഞപ്പോൾ മടുപ്പ് തോന്നി തിരികെ പോയെന്നും. CCTVയുടെ മോണിറ്ററിൽ തന്നെ അവൻ്റെ കുഞ്ഞമ്മയുടെ മുഖം ഉണ്ടായിരുന്നു എന്നാണ് ഇത് കേട്ടിട്ട് നാട്ടുകാർ ചോദിക്കുന്നത്. CCTV മെമ്മറി കാർഡ് മേയർക്കും MLA-യ്ക്കും വേണ്ടി റഹീം പറഞ്ഞിട്ടാണ് മാറ്റിയതെന്ന് പറഞ്ഞാൽ എല്ലാവരും നാറും, അകത്താകും. അതുകൊണ്ട് സുബിനെ പോലീസ് കൊണ്ട് നന്നായി ക്ലാസ് കൊടുത്താണ് ഇപ്രകാരം പറയിപ്പിച്ചത് എന്ന് ആരും പറയില്ല. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് മാറ്റിയാൽ യദുവിനാണ് പ്രയോജനം എന്ന നാറിയ ലോജിക്ക് ചൂണ്ടിക്കാണിച്ചാണ് അന്തംകമ്മികളുടെ അടിവസ്ത്രം കഴുകുവാൻ തയ്യാറായി നിൽക്കുന്ന കേരള പോലീസിലെ റെഡ് വോൾഡിയേഴ്സ് യദുവിനെ അറസ്റ്റ് ചെയ്യുവാൻ നോക്കുന്നത്. ഒരു ക്രൈം ചെയ്തവൻ പിടിക്കപ്പെടാതിരിക്കുവാൻ, രക്ഷപ്പെടുവാൻ എന്തും ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന അടിസ്ഥാന മനഃശാസ്ത്രം പോലും അറിയാത്ത അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പിടിപ്പുകേട് കൊണ്ടും ബുദ്ധിയില്ലായ്മ കൊണ്ടും പോയ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിന്റെ പൂർണ്ണ ചുമതല ആ അന്വേഷണ ഉദ്യോഗസ്ഥന് മാത്രമാണ്. അയാളെ AKJ സെന്ററിലെ അടുക്കളപ്പണിക്ക് നിർത്തുകയാണ് വേണ്ടുന്നത്. ആ കിഴങ്ങേശ്വരൻ ഒരാൾ കാരണമാണ് ഇന്ന് പോലീസ് വല്ലവന്റെയും അടുക്കള വഴി മണപ്പിച്ച് നടക്കുന്നത്, അല്ലേ? ആദ്യം ലെവനെ സർവീസിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യാനുള്ള നടപടിയെടുക്കണം. എന്നിട്ട് മതി ബാക്കിയുള്ള എല്ലാ പ്രൊസീജിയറുകളും. പോലീസിന്റെ പിടിപ്പുകേട് കൊണ്ട് മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിന് ഇപ്പോൾ നാടുനീളെ ആളുകളെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. യദുവിനെ എങ്ങനെയെങ്കിലും വരട്ടി മെമ്മറി കാർഡ് മോട്ടിച്ചത് താനാണെന്ന് പറയിപ്പിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇവന്മാർ തന്നെ മോട്ടിച്ച് അതുകൊണ്ട് യദുവിൻ്റെ വീട്ടിലോ അദ്ദേഹത്തിൻ്റെ ബാഗിലോ ഇടുവാൻ സാധ്യതയുണ്ട്. മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്ന വിഷയത്തിൽ രക്ഷപ്പെട്ടു നിൽക്കുന്ന മറ്റൊരു മോനുണ്ട്, KB ഗണേഷ് കുമാർ. മെമ്മറി കാർഡിലെ തെളിവ് കണ്ടിട്ട് ഞാൻ അങ്ങ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു നിൽക്കുകയാണിപ്പോൾ അദ്ദേഹം. ഇപ്പോൾ ഇത്തരം തരവഴികൾ കാണിച്ച് പ്രശ്നം രൂക്ഷമാക്കുവാനുള്ള ശ്രമത്തിന് പിന്നിൽ മുഖ്യന്റെ കുടുംബസമേതമുള്ള സ്വകാര്യ വിദേശ സന്ദർശനം വിവാദമായ സാഹചര്യത്തിൽ അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ്. മെമ്മറി കാർഡ് എന്ന ചെറിയ വിഷയം കൊണ്ട് മേയറുടെ പോക്രിത്തരത്തെ മറയ്ക്കുവാനുള്ള അന്തംകമ്മി ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ വന്ന പ്രതികരണങ്ങൾ തുടരുന്നു. ഞാൻ തൊളിക്കോടുള്ള നൗഷാദാണ് സാർ. ഞാൻ വിളിച്ചത് സാർ, ഈ ആര്യ രാജേന്ദ്രൻ എന്ന മേയറുടെ അഹങ്കാരം കണ്ടിട്ട് സത്യത്തിൽ പാവപ്പെട്ട ട്രാൻസ്പോർട്ടില് ഒരു തൊഴിലാളി വളരെയധികം 7-10 മണിക്കൂർ തൃശ്ശൂരിൽ നിന്നൊരു ബസ് ഓട്ടിച്ച്, ഞാനൊരു ഡ്രൈവറാണ്, ഞങ്ങളൊക്കെ ഇതിലൊക്കെ ജീവിച്ച ഗൾഫിലും ഈ നാട്ടിലൊക്കെ നിന്ന്
വണ്ടി ഓട്ടിക്കുന്ന ദുരിതം ഞങ്ങൾക്ക് അറിയാം. ഇത്രയും തിരക്ക് പിടിച്ചെടുത്തുകൂടി വണ്ടി ഓട്ടിച്ചു വന്ന സാധുവായ മനുഷ്യനെ ഒരു അകാരണം കൂടാതെ അവരെ ലൈംഗികമായി പീഡിപ്പിക്കാൻ അവിടെ ട്രാൻസ്പോർട്ടിൽ ഇരുന്ന് വണ്ടി ഓടിച്ചിരുന്ന മനുഷ്യൻ ആക്ട് കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അഹങ്കാരമാണ്. സാധു കുടുംബത്തിൽ നിന്നൊക്കെ ഇവരൊക്കെ വന്ന് സാധാരണക്കാരായ ജനങ്ങളെ സംരക്ഷിക്കും എന്ന് കരുതിയിട്ട് വോട്ട് കൊടുത്ത ജനങ്ങളെ എല്ലാം പച്ചയ്ക്ക് അവഗണിക്കുന്ന രീതിയിൽ ഇവർ കാണിക്കുന്ന ഈ തെമ്മാടിത്തരം, നീതിബോധമുള്ള ഒരു ഗവൺമെന്റ് ആണെങ്കിൽ അവരെ ജയിലിൽ അടയ്ക്കേണ്ടതാണ് ആവശ്യം. പാവപ്പെട്ട ചെറുക്കനെ ആ ഡ്രൈവറെ പിടിച്ച് ജയിലിൽ അടച്ചത് സ്റ്റേഷനകത്ത് കൊണ്ടിരുത്തി പാതിരായോളം അവിടെ ഇരുത്തിയിട്ട് ആ മനുഷ്യനെ കൊതുകടിപ്പിച്ചത് കഷ്ടമാണ് സാർ. അതുകൊണ്ട് നിങ്ങളുടെ ഈ പ്രതികരണത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ആ പാവപ്പെട്ട ആ സാധുവായ ഡ്രൈവർക്ക് വേണ്ടി എല്ലാവിധ അനുമോദനങ്ങളും ഈ പാവപ്പെട്ട ഞാനും നേരുന്നു. അതുകൊണ്ട് ഈ തെമ്മാടിത്തരം കാണിച്ച ഈ മേയറെ ജയിലിലടയ്ക്കാനുള്ള എല്ലാ നടപടിയും ഉണ്ടാകണമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് എന്റെ വാക്ക് ചുരുക്കുന്നു. ഞാൻ കൊച്ചിയിൽ നിന്ന് വിളിക്കണ. എന്റെ പേര് റോസി എന്നാണ്. ഞാനൊരു വീട്ടമ്മയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ അവരെ എങ്ങനെയാലും പുറത്താക്കണം. അവർ ഇതിനു മുമ്പും പല കേസുകളിൽപ്പെട്ടവരും അതൊന്നും പുറത്തേക്ക് വരാത്ത ഈ പാർട്ടിയുടെ ബലം കൊണ്ടല്ലേ. അത് നമ്മൾ വകവെച്ച് കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ പൈസ കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. എന്നിട്ട് നമ്മളെ ഇപ്പൊ ആ യാത്രക്കാരെ ഇറക്കി വിടുക എന്ന് പറഞ്ഞാല് ഒരു ചെറുപ്പക്കാരി കുട്ടികൾ അതിനകത്തുണ്ടെങ്കിലോ ആര് സംരക്ഷിക്കുക അവരെ? അല്ലെ പ്രായമായവരുണ്ടെങ്കിലോ തീർച്ചയായിട്ടും അവരെ ഇറക്കി വിടണം. അവരെ ഇറക്കി വിടാൻ പോരെ. MLA നമ്മുടെ കാശ് കൊണ്ടല്ലേ ജീവിക്കുന്നത്. അപ്പൊ ഇത്ര അപമര്യാദയായിട്ട് കാണിക്കുന്ന ഇവരെയൊക്കെ വെച്ച് പൊറപ്പിക്കുക എന്ന് പറഞ്ഞാല് ശരിക്കും ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ എവിടെ എത്തി? ഇത് ലോകം മുഴുവൻ അറിയില്ലേ ഇന്റർനെറ്റ് വഴി. ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ തലകൊമ്പിട്ട് നിൽക്കുകയല്ലേ. എത്ര വൃത്തികെട്ട കാര്യങ്ങളാണ് ഇവർ ചെയ്തത്. എന്തുകൊണ്ടാണ് അവരുടെ ഡ്രൈവറിനെ പരിശോധിക്കാതിരുന്നത് പോലീസ്? അത് പോലീസിന്റെ അനാസ്ഥയല്ലേ? തെറ്റായ കാര്യമാണ്. ഇത് നമ്മൾ ജനങ്ങൾ സമ്മതിക്കരുത്. ഇത് ശ്രീലങ്കയിൽ സംഭവിച്ച മാതിരി പെണ്ണുങ്ങൾ ചൊല്ലും കെട്ടുകൊണ്ട് ഇറങ്ങേണ്ടി വരും. തീർച്ചയായിട്ടും ഇറങ്ങേണ്ടി വരും. ഇത് എന്ത് തോന്നിയവസാണ് കാണിക്കുന്നത്? യാതൊരു നീതിയും ധാർമ്മികതയൊന്നും ഇല്ലാത്ത മനുഷ്യരാണോ നമ്മളെ ഭരിക്കണ? അപ്പൊ നമ്മൾ ആരായി ഇതിനകത്ത്? അല്ലാതെ തന്നെ ജനങ്ങൾ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മൊത്തം എതിരായി കഴിഞ്ഞു. പിന്നെ ഇനി എങ്ങനെയാണ് ജനങ്ങൾ ഇവർക്ക് കൂട്ടു നിൽക്കുന്നത്? ഇപ്പൊ എന്റെ ചുറ്റുവട്ടത്ത് തന്നെ ഞാൻ കാണാറുണ്ട് പാവങ്ങൾ ഈ ഒരു പെൻഷൻ കാത്തിരിക്കുന്ന മനുഷ്യര്. എത്ര ദാരുണമായ കാര്യങ്ങളാണ് ഇവിടെ നടക്കണം. അപ്പൊ ഇവര് മാത്രം നല്ല സുഖശീതളിമയിൽ ജീവിക്കുക, ബാക്കിയുള്ളവരൊക്കെ എന്താണ് പുഴുക്കളാണോ? ഇതെന്തൊരു തോന്നിയോസാണ് സാറിന് പറ്റുന്നതിന് പ്രതികരിക്കുക. സാറിന്റെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. വളരെ സന്തോഷം. ഇത്രയും ധീരമായിട്ട് പോരാടുന്നതിന് ഞങ്ങളെല്ലാം കൂടെയുണ്ട്. തീർച്ചയായിട്ടും ഇവരെ പുറത്താക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം. ഒരു ട്രാൻസ്പോർട്ട് ജീവനക്കാരൻ ഓടിച്ചുകൊണ്ടിരുന്ന വാഹനത്തിന്റെ മുമ്പിൽ ഇടതുവശത്ത് കൂടി കാറ് കയറ്റി ആ വണ്ടി തടസ്സപ്പെടുത്തുന്നതിനും അതിനകത്തുള്ള യാത്രക്കാരെ ഒന്നടങ്കം ശല്യപ്പെടുത്തുന്നതിനും അതിൻ്റെ അകത്ത് ഒരാൾ കയറി MLA എന്ന് പറയുന്ന ഒരുത്തൻ കയറി അതിനകത്തിരുന്ന യാത്രക്കാരെ എല്ലാം ഇറക്കി വിട്ടതിനും ആ ആര്യ രാജേന്ദ്രന്റെ സഹോദരന്മാർ വന്ന് ഈ ഡ്രൈവറെ തെറി വിളിച്ചതിനും അയാളെ അടിക്കാൻ വേണ്ടി ശ്രമിച്ചതിനും അതിനൊന്നും കേസില്ല. ആ പാവപ്പെട്ട മനുഷ്യനെ മാത്രം പിടിച്ചിറക്കി എന്ത് അധികാരത്തിന്റെ പുറത്താണ് ഈ പോലീസുകാർ കൊണ്ടുപോയത്? ആരാണോ അത് തെറ്റ് ചെയ്തത് അവനെതിരെ നടപടിയെടുക്കണം. ആര്യ രാജേന്ദ്രന്റെ ഭർത്താവിനും എതിരെയും അവളെ സഹോദരങ്ങൾക്കെതിരെയും നടപടിയെടുക്കണം. നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം കയ്യാമം വെച്ച്. അതാണ് ചെയ്യേണ്ടത്. അല്ല ഒരാൾക്ക് മാത്രം നീതി ഒരാൾക്ക് മാത്രം അനീതി. അതെന്തോന്ന് ന്യായം? എവിടത്തെ ന്യായം? ആര്യ മേയർ ആയതുകൊണ്ടും അവളെ ഭർത്താവ് MLA ആയതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും കൂടെ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നടക്കുന്നത്. എവിടെയൊക്കെ നിയമത്തിന് മുമ്പ് കൊണ്ടുവരണം. അവളും ഒരു പെണ്ണ് തന്നെ എവിടെ ആവട്ടെ. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓടി മറ്റേ ലൈംഗിക ചുവ കാണിച്ചെന്നും പറഞ്ഞും കൊണ്ട് വർത്താനം പറയുന്നതിനേക്കാളും ആദ്യം നിയമത്തിന് മുമ്പേ കൊണ്ടുവരണം. അവിടെ ആദ്യം എന്തെന്ന് പറഞ്ഞത് KSRTCയുടെ മുമ്പ് കാറ് നിർത്തിയില്ലാന്ന്. KSRTCയുടെ മുമ്പ് കാറ് നിർത്തിയിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് വെളിയിൽ കാണാം. ആദ്യം ആര് കള്ളം പറഞ്ഞത്? മേയർ കള്ളം പറഞ്ഞ്, MLA കള്ളം പറഞ്ഞ്. രണ്ട് സഹോദരന്മാര്. ആ പാവപ്പെട്ട ഡ്രൈവറെ അവൻ വെളിയിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ കൂടെ അടിച്ചു കൊല്ലുമായിരുന്നല്ലോ അവനെ അവിടെ ഇട്ട്. അപ്പൊ അതിന് കേസില്ല. അതെന്താ അതിന്റെ ഹുങ്കിലാ ഈ അധികാരത്തിന്റെ ഹുങ്കില്. അതെല്ലാം നിയമത്തിന് മുമ്പ് കൊണ്ടുവരണം. മാത്യു എറണാകുളത്തുനിന്ന് വിളിക്കുകയാണ്. സാറിന്റെ ഇപ്പോഴത്തെ ഈ ആര്യയെ സീറ്റിൽ നിന്ന് മാറ്റണോ വേണ്ടായോ എന്ന് ഞാൻ സാറിന്റെ ചാനൽ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സാറിന്റെ എല്ലാ പ്രോഗ്രാമുകളും നല്ലതാണ്. ദൈവം സാറിനെയും സാറിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കാരണം പബ്ലിക്കിന് വേണ്ടി സാർ ഇത്രയും ചെയ്ത കാര്യത്തിൽ വളരെ നല്ല കാര്യമാണ്. കാരണം ജനങ്ങൾക്ക് ഇതൊരു അറിവിന്റെ ലോകത്തേക്ക് നയിക്കുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് വിശ്വാസം.
ആര്യയുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, ആദ്യം ഈ KSRTC വന്നപ്പോഴേ അതിലെ 10 13 പേരുണ്ടായിരുന്നു സാറ് അവിടുന്ന് പറയുന്നുണ്ട്, ചാനലുകാരും പറയുന്നുണ്ട് ഒരാളുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരൊറ്റ ആൾ പോലും ഇതിനകത്ത് ഇന്ന് വരെ പ്രതികരിച്ചിട്ടില്ല. എന്നെ നടു റോഡിൽ ഇറക്കി വിട്ടോ എന്നൊന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് പോലും ഇവരാരും ഇതുവരെയും കൊടുത്തിട്ടില്ല. കൂടെ ഉണ്ടായിരുന്ന കണ്ടക്ടർ, അതായത് സ്വന്തം തൊഴിലാളിക്ക് വേണ്ടി പാരപണത്, അവനും എതിരായിട്ട് നിന്ന് സംസാരിച്ചു. അപ്പോഴേ ഇതിനകത്ത് ഞാൻ ഇത് കണക്ക് കൂട്ടുമ്പോഴേ ഇവരെല്ലാം മറ്റുള്ളവരെ ചതിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ തുടങ്ങുന്നതെന്നാണ് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം. കാരണം സ്വന്തം കാര്യം ചിന്താവാതെ ഇവിടെ വന്ന ഈ 10 13 പേര് ഈ വണ്ടിയിലുണ്ടായിരുന്നു. അവരിലെ കുറച്ചാളുകളെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തായിരുന്നെങ്കിൽ ഈ യദുവിന് നീതി കിട്ടുമായിരുന്നു. കാരണം ഏത് പോലീസോ അഥവാ കേസെടുത്തില്ലാത്തതിന് കോടതിയുണ്ട്. കോടതിയിൽ നമുക്ക് എത്ര കള്ളത്തരം ഉണ്ടാക്കിയാലും കോടതിയിൽ ഇത് ശരിയായിട്ട് കൊണ്ടുവരും. കാരണം ഇപ്പോഴും പോലീസിന്റെ ഭാഗത്താണ് പലപ്പോഴും വീഴ്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്താണ് ഇപ്പോഴും വീഴ്ച നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കേരള പോലീസ് കുറെ കൂടെ സ്ട്രോങ് ആകേണ്ടതായിട്ടിരിക്കുന്നത്. കാരണം പാർട്ടിയുടെ എന്തുവാ പറയുന്നത് പ്രഷറിലാണോ ഇവരിങ്ങനെ കാണിക്കുന്നതെന്ന് അറിയത്തില്ല. എന്തുവായാലും കേരള പോലീസ് കുറച്ചുകൂടെ സ്ട്രോങ് ആയി പ്രവർത്തിച്ചാലേ ഈ കേരളം രക്ഷപ്പെടുകയുള്ളെന്നാണ് ഒരു കണക്ക് കൂട്ടൽ. കാരണം യദുവിന് ഇപ്പം എമ്മന്റെ നീതി കിട്ടിയതിന് യദു കംപ്ലൈന്റ് കൊടുക്കാൻ പോയപ്പോഴേ പോലീസ് കേസെടുത്തില്ല. കാരണം CRPCയുടെ കണക്കും പ്രകാരം ഇപ്പം മേയർ കേസ് കൊടുത്താലും യദുവിനും കൊടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പം മേയറുടെ കേസ് എടുത്ത് യദുവിന്റെ കേസ് എടുത്തില്ല. പിന്നീടാണ് വക്കീൽ ത്രൂ ആണ് പിന്നെ കേസ് പോകുന്നത്. അപ്പം അവിടെ നീതി കിട്ടിയിട്ടില്ല. ഈ ആര്യയെ പോലെ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞിട്ടുള്ള സീറ്റിൽ ഇരിക്കാൻ ഒരു കാലത്തും യോഗ്യതയുള്ള ഒരാളല്ല ആര്യയും ആര്യയുടെ ഭർത്താവും. കാരണം അതൊരു MLA ആണ്. പബ്ലിക് ജനങ്ങളെ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്നതാണ് ഇവരെല്ലാവരും. അതായത് മുഖ്യമന്ത്രി ആയാലും അതിന് താഴോട്ടുള്ള മന്ത്രിമാർ ജനങ്ങളുടെ സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. അപ്പം ജനങ്ങളെ സഹായിക്കാനും ജനങ്ങളുടെ കാര്യത്തിന് വേണ്ടി അവർ ഇറങ്ങണം. ആദ്യം ഒരു മുൻകൈ എടുക്കേണ്ടെന്ന് അവരാണിപ്പോൾ ജനങ്ങളുടെ മേലെ ഈ അതിക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ആ സീറ്റിൽ ഇനി ആര്യ ഇരിക്കാൻ ഒന്നും യോഗ്യതയില്ല. കാരണം അവർക്കൊന്നാതെ അറിവില്ല എന്നാണ്, അവർക്ക് അറിവില്ല എന്നാണ് തോന്നുന്നത്. അവരുടെ ഭർത്താവിനും അറിവില്ല എന്നാണ് തോന്നുന്നത്. കാരണം അറിവുള്ള ഒരു വ്യക്തികൾ ഇങ്ങനെ കാണിക്കത്തില്ല. എൻ്റെ പേര് ജെയിംസ് എന്നാണ്. ഞാൻ എറണാകുളത്ത് നിന്ന് വിളിക്കാം സാർ. സാറേ, CPM തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണെന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഈ അഹങ്കാരിയായ ഈ മേഖലയെ പിണറായി വിജയൻ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ സ്ഥാനഭ്രഷ്ടയാക്കണം. ഇത് പല തെറ്റുകൾ കാണിച്ചിട്ടും ഈ പാർട്ടിക്കാരി എന്നുള്ള നിലയിൽ അവളെ സംരക്ഷിച്ചു പോകുന്നതുകൊണ്ട് അവളെ അഹങ്കാരവും അധികപ്രസവവും അധികപ്പറ്റായിട്ട് ജനങ്ങൾക്ക് ദ്രോഹമായിട്ട് 12 മണിക്കൂർ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത ഒരു ഹെവി വെഹിക്കിൾ ഡ്രൈവറായി അവന്റെ കഷ്ടപ്പാടിനെ ഓർക്കാതെ ഇവൾ അധികാരം കയ്യിലെടുത്തിട്ട് ഇത്ര അഹങ്കാരം കാണിക്കുന്ന അധമ വർഗത്തിൽപ്പെട്ടതായി സംസ്കാരമുള്ള ഒരു ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്നതാണ് ഇവളുമാര്. അല്ലെങ്കിൽ ആ MLA എങ്കിലും വിചാരിക്കണം ആണത്തുള്ളതാണ് ആ ഭാര്യയെ ശാസിക്കുന്നത്. ഇവര് രാത്രി കല്യാണ സമയത്ത് കണിശമായിട്ട് ഇവർ ഡ്രിങ്ക്സ് എന്തെങ്കിലും ലഹരി പദാർത്ഥം അടിച്ചിട്ടുണ്ടോ? അതിന് സംശയമില്ല. ആ ലഹരിയുടെ ഇതിലാണ് അധികാരത്തെ പറ്റിയുള്ള അഹന്ത അവൾക്ക് വന്നത്. ഇത് കണിശമായിട്ടും പിണറായി വിജയൻ ഇത് ശരിയായ ആക്ഷൻ എടുത്തില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ നിലനിൽപ്പുണ്ടായിരിക്കും. ഇത് കാസർഗോഡ് നിന്നാണ്, പേര് ഈപ്പനാണ്. തിരുവനന്തപുരം ആര്യ ഇത് ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു മേയറൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് താഴ്മയില്ല. പാവപ്പെട്ടവർക്ക് കൂടെ ഈ നാട്ടിൽ ജീവിക്കണ്ടേ? അത് തെറ്റേറ്റുണ്ട്. അതുപോലെ MLA ജനം തിരഞ്ഞെടുക്കുന്നതല്ലേ, MLAക്ക് താഴ്മയല്ലേ? ഇതൊന്നും ഇല്ലാതെ അഹങ്കാരത്തിന്റെ ഭാവമല്ലേ? ഒരു തൊഴിലാളിക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ ആകാറില്ലേ? അത് മോശമല്ലേ? രാജു, ആര് CPM-കാരനാണ്. അത് ശരിക്കും മോശം അവര് കാണിച്ചു കൂട്ടിയത്. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ 77 മുതൽ ഒരു CPM-കാരനാണ്. അല്ല, അവര് കാണിച്ചത് മോശമല്ലേ? ആ മോശമായ കേസിന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളു. അവര് കാണിച്ചത് മോശമാണ്. നമുക്കിവിടെ തലപൊക്കി നടക്കാൻ മേത്തൊരവസ്ഥയിലാണ്. എന്റെ പേര് ശശി പറവൂരി. അധികാരത്തിന്റെ മുമ്പിലല്ലേ ആ സ്ത്രീ ആ വണ്ടിയൊക്കെ തെളിഞ്ഞ പാവപ്പെട്ട ചക്കര ജോലിയും കളയാന്നുള്ളത്. പിന്നീട് നമ്മൾ സാധാരണക്കാരൻ ആ വണ്ടി കളയണമെങ്കിൽ ഇന്ന് എത്ര പേര് ജയിലിൽ കിടക്കും? അതെന്താ എത്ര പേര് ജയിലിൽ കിടക്കും? അവിടെ അധികാരത്തിന്റെ മുമ്പിൽ നിന്നിട്ട് എന്നിട്ട് അവള് പീഡിപ്പിച്ചെന്നും പറഞ്ഞു നാണമില്ല എന്നുള്ള അവർക്ക് മനുഷ്യനാണ്. അല്ല, ഒരു അധികാരത്തിന്റെ ആൾക്കാരൊക്കെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ ഒരു ആരോപണം ഉണ്ടാക്കി ആ ചക്ക ജയിലിലാക്കാൻ നോക്കാം. അവർക്ക് മനസ്സാക്ഷിയിലെത്തവളാണ്. അവളെയൊക്കെ രാജിവെപ്പിച്ചതിന് കളയേണ്ടതാണ്. അതിനെല്ലാവരോടും ശക്തമായി ഞാൻ പ്രതിഷേധിക്കുന്നത്. രാജിവെപ്പിച്ചവളാണ്.
പത്തനംതിട്ട വിളിക്കുന്നത് ബാബു. ഞാനും ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്നു. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ SFIയിലൊക്കെ പ്രവർത്തിച്ച ആള് തന്നെ. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് ഇതൊന്നും നമുക്ക് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. മേയർ ആയാലും MLA ആയാലും ഇവര് രണ്ടുപേരും ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്നവരാ. അവർക്ക് ജനങ്ങളോട് ഒരു കടപ്പാടും ഇല്ലേ? ഇവര് രണ്ടുപേരും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ അവരെ ഉദ്ധരിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നവരാണെന്നാണ് പറയുന്നത്. ഈ രണ്ടുപേരും ശരീരം വയർത്ത് എന്തെങ്കിലും പണി ഈ പ്രായത്തിനിടയ്ക്ക് ചെയ്തിട്ടുണ്ടോ? കേവലം ഒരു 8 മണിക്കൂർ ജോലി ചെയ്യുന്നതിന് 710 രൂപ കിട്ടുന്ന ഒരു പയ്യന് അവനോട് ഒരു പാർട്ടി മൊത്തം അവനെ അവിടെ യുദ്ധം ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കും ഒന്നടങ്കം. എന്തോ ഒരു മൂല്യച്യുതിയാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. എന്തോ ഒരു നാണക്കേടായത്. ഈ പാർട്ടി തന്നെ അത്രയ്ക്ക് അങ്ങ് ചെറുതായി പോവില്ലേ ആ ഒരു പയ്യന്റെ മുന്നിൽ? ഒരു സംസ്ഥാന പാർട്ടി മൊത്തം കേവലം ഒരു പയ്യന്റെ ഒരു ചെറുപ്പക്കാരൻ പയ്യന്റെ അടുക്കല് ഇപ്പം കാണിച്ച തെമ്മാടിത്തരങ്ങള് ന്യായീകരിക്കാനായിട്ട് ഇന്ന് പെടുന്ന പാട് ജനങ്ങൾ കാണുക. എന്തൊരു അരാജകത്വമാണ് ഈ പറഞ്ഞതിന്റെ കൂട്ട്. എന്തോ ചെയ്യാനിത്? വല്ലാത്തൊരു ഈ പെണ്ണിനെ തിരുത്തേണ്ടത് ഇവിടുത്തെ സീനിയറായിട്ടുള്ള നേതാക്കന്മാരല്ലേ, സഹാക്കന്മാര് അവര് ഇല്ല ഏത് പഴമാണെങ്കിലും അത് വിളഞ്ഞു പഴുക്കണമെന്നാ പറയുന്നത്. ഇത് വിളയാതെ പഴുത്ത ഒരു സാധനമാണ്. അതിനെ ഇങ്ങനെ കയറൂരി വിട്ട് അതിനെ തിരുത്താൻ ആളില്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇത് ജനങ്ങൾക്ക് ഇവരെ തിരിച്ചിറക്കാന് സാധിക്കുമായിരുന്നെങ്കിൽ എന്നേ ആര്യെ ജനങ്ങൾ താഴെ ഇറക്കിയത്. വോട്ട് എന്ന് പറയുന്നത് നമ്മൾ വോട്ട് ചെയ്യുന്നു, എറിഞ്ഞ കല്ല, അത് തിരിച്ച് നമുക്ക് പിടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതേപോലെ അങ്ങനെ ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ എന്ത് തന്നെയായാലും ഞാൻ സാറിന്റെ ഈ പറയുന്ന ഈ ഒരു ധൈര്യത്തെ, അതായത് ഒരു വിവേചനവും ഇല്ലാതെ അതിന്റെ വലിപ്പച്ചെറുപ്പവും ഇല്ലാതെ ഈ അനീതിയെക്കെതിരെ പോരാടുന്ന ആ ഒരു നിലപാടിൽ എന്തുവായാലും ഇത് ഈ ധീരമായിട്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നതിന് എന്തുവായാലും വലിയ ഒരു ബിഗ് സല്യൂട്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.